consider the example of sawtooth wave. A sawtooth wave is represented by f of x is equal to x in the interval 0 to pi. When x varies from 0 to pi, f of x is equal to x. And when x varies from pi to 2 pi, that is in this interval pi to 2 pi, the value of f of x is x minus 2 pi. So again this will be a straight line and with a difference of x minus 2 pi. So this is the second curve. So this represents our sawtooth wave in the range 0 to 2 pi. Now we can solve this problem. We can represent this sawtooth wave using Fourier series. So this is the expansion f of x is equal to a0 by 2 summation an cos nx plus summation bn sin nx, and the coefficients an and bn are given by these two equations. Now what we have to do? We have to find out an, bn and a naught and substitute it here. So this equation f of x substitute f of x. Then this equation integrate here. Also this equation integrate here. We a n and b n. Now that a n and b n substitute here. Okay. So first a n determine here. The equation for a n is equal to 1 by pi 0 to 2 pi f of x into cos nx. Now what is f of x? First integral from 0 to pi where f of x x ആണ്. Then pi to 2 pi f of x minus 2 pi എന്ന രണ്ട് ടേം ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So first x substitute ചെയ്തു, then x minus 2 pi, that is from pi to 2 pi. Okay. Now നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ ടേമിനെ നമുക്ക് ഇതിലേക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് again ഇതിന് രണ്ട് ടേം ആക്കിയിട്ട് എഴുതാൻ പറ്റും. So first term x cos nx വരും, second term minus 2 pi cos nx dx വരും. Then ഈ ഫസ്റ്റത്തെ രണ്ട് ടേമും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും, because this is from 0 to pi and this is from pi to 2 pi. So രണ്ടുകൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 0 to 2 pi x cos nx വരും. ഇവിടെ x cos nx ആണ്, this is also x cos nx. So രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ടേം ആക്കി മാറ്റി നമ്മൾ ഇവിടെ. So 0 to 2 pi x cos nx, then this term as it is 2 pi cos nx dx വരുന്നുണ്ട്. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. So ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് ടേം റെഡിലി ഇന്റഗ്രേറ്റ് ചെയ്യാം, ബിക്കോസ് കോസിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം സൈൻ ആണ്. So cos nx ആയതുകൊണ്ട് sin nx by n ഉണ്ടാവും, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ sin n pi 0 ആയതുകൊണ്ട് തന്നെ sin pi 0 ആവും. Then നിങ്ങൾ 2 pi അപ്ലൈ ചെയ്താൽ again that term 0 ആണ്. So ഈ ടേം വാനിഷ് ചെയ്യും, ഈ ടേം 0 ആയി. ഓക്കെ. Now ഫസ്റ്റത്തെ ടേം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ ടേം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്തു. ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ടേമും നമുക്ക് വാനിഷ് ചെയ്യും. ഇവിടെ നിങ്ങളോട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സൈൻ 2 pi 0 അവിടെ 0 വരും. ദെൻ ഇവിടെ നിങ്ങളിത് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ 0 വരും. സോ ഈ ഇന്റഗ്രലും വാനിഷ് ചെയ്തു, എ എൻ ടേം 0 ആയി. ഓക്കെ. ഇനി നമുക്കുള്ളത് ബി എന്നിന്റെ ടേം ആണ്. സോ വാട്ട് ഈസ് ബി എൻ? ബി എൻ ഇസ് ഈക്വൽ ടു 1 by pi 0 to 2 pi f of x sin nx dx. എഫ് ഓഫ് എക്സിന് നമ്മൾ രണ്ട് ഫോമും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x minus 2 pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ടേം ആയിട്ട് വരും ബി എൻ. സോ അഗൈൻ ബി എൻ രണ്ട് ടേം ആയിട്ട് വന്നു. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് ടേമും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി 0 to 2 pi x sin x dx minus 2 pi pi to 2 pi sin nx dx. ഇനി നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ sin nx നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ കോസിൽ ടേം വരും. സോ ഒരു മൈനസ് സൈൻ ഉണ്ടാവും, മൈനസ് കോസ് nx by n. Now നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ മൈനസ് കോസ് 2n pi മൈനസ് കോസ് n pi by n. Now നമ്മളിവിടെ കോസ് 2n pi നോക്കിക്കഴിഞ്ഞാൽ 1 ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി 1 മൈനസ് കോസ് n pi by n. Now കോസ് n pi നമുക്കറിയാം -1/n ആണ് വരിക. നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഫോർ ദ ടൈം ബീയിങ് this integral is equal to -1 minus cos n pi by n. Now let us consider the term integral from 0 to 2 pi x sin x dx. Now ഈ ടേമിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തു. സോ ഫസ്റ്റ് ടേം ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം പ്ലസ് ഇന്റഗ്രൽ ദെൻ സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം. സോ നെക്സ്റ്റ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം അപ്ലൈ ചെയ്തു. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, now നിങ്ങളിവിടെ നിങ്ങൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക.
So cos n pi, cos 2n pi minus next term 0 varum. Then ഇവിടെ നിങ്ങൾ integrate ചെയ്താൽ again 0 varum. So this from this term you will get minus 2 pi by n. So integral from 0 to 2 pi x sin nx dx, x sin x dx is equal to minus 2 pi by n. So bn നമ്മൾ എഴുതി കഴിഞ്ഞാൽ bn ഫസ്റ്റ് നമുക്ക് ഈ ടേം ഉണ്ട്, then രണ്ട് ടേം ഉണ്ടല്ലോ, അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതി. So this is bn. Okay, now ഒന്ന് rearrange ചെയ്തു. So you have minus 2 pi by n, again 2 pi by n, then 2 pi by n cos n pi. Now you know that this cos n pi can be written as minus 1 raised to n. So this term will be equal to minus 2 by n minus 1 raised to n. So this is bn. So bn ആയി a naught n 0 ആയതുകൊണ്ട് a naught 0 ആണ്. ഇനി നിങ്ങൾക്ക് a naught n ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. So this will be the steps. Then you will get a naught is equal to 0. And if you substitute our results, then f of x will be equal to, so actually f of x ൽ നമുക്കുള്ളത് a naught term ഉണ്ട്, a n term ഉണ്ട്, b n term ഉണ്ട്. But in this case we got that a naught is 0, so ഈ term 0 ആണ്, a n term 0 ആയതുകൊണ്ട് ഈ term 0 ആണ്. So f of x entirely of bn in summation n is equal to 1 to n bn sin nx. And what is bn? Bn is equal to minus 2 by n minus 1 raised to n. So just നിങ്ങൾ ആ ടേം മാത്രം കൺസിഡർ ചെയ്യുക. Then f of x will be equal to summation n is equal to 1 to infinity minus 1 raised to n plus 1 2 sin nx by n. So that will be equal to, ഇനി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ n ന് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 2 sin x minus sin 2x by 2 plus etc etc. So alternate terms പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് വരും. So this will be the expansion of f of x as a sine series ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഒരു sawtooth ടൂത്ത് വേവിനെയാണ് അനലൈസ് ചെയ്യുന്നത്. So we got the result in terms of sine, just sine മാത്രമുള്ള സീരീസ് കിട്ടി. Okay, now let us discuss the results. So we have the sawtooth wave f of x is equal to x in the interval 0 to pi, and in the interval pi to 2 pi x minus 2 pi. Okay, now this problem can be done in another convenient way, that is we can shift our interval from 0 to 2 pi to a minus pi to pi interval. നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ f of x can be represented as f of x is equal to x in the whole interval minus pi to pi f of x x എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാം. Then also you will get f of x is equal to this expansion. So this expansion we have already obtained. Now what are the consequences, or what are the results, interesting results? The first point, there is a steady increase in the accuracy of representation as the number of terms included is increased. Number of terms നമ്മൾ increase ചെയ്യുമ്പോൾ steady increase in the accuracy ഉണ്ട്. Okay, so നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. So ഇതാണ് നമുക്ക് കിട്ടിയ സീരീസ്. അപ്പോൾ ആ സീരീസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. സോ സോട്ടൂത്ത് വേവ് പോലെ നമുക്ക് റെപ്രസെന്റ് ചെയ്തത്. ഞാനിവിടെ നമ്പർ ഓഫ് ടേംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, n is equal to 1 to a എന്നാണ് കൊടുത്തത്. a ഞാനിവിടെ വാരി ചെയ്യുന്നുണ്ട്. സോ a 2 ആവുമ്പോൾ നമുക്ക് 0 ആണെങ്കിൽ സീരീസ് ഇല്ല, a 4 ആയ കേസായി. a ഇൻക്രീസ് ചെയ്യാം. നെക്സ്റ്റ് ഐ എം ഇൻക്രീസിങ് a is increased to 8. സോ മോർ നമ്മുടെ സീരീസ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. 12 ആക്കി, 16. So as number of terms increases നമുക്ക് കൂടുതൽ accuracy വരുന്നുണ്ട്. Okay, now next point, but നമ്മൾ terms increase ചെയ്യുന്നുണ്ടെങ്കിലും, so next point, all curves pass through the midpoint f of x is equal to 0 at x equal to pi. നമുക്ക് ഗ്രാഫിൽ that point കാണാൻ പറ്റും. Also in the vicinity of x equal to pi there is an overshoot that persists and shows no sign of diminishing. ആ ഓവർഷൂട്ടോടെ ഡിമിനിഷ് ചെയ്യുന്നില്ല. x equal to pi യിലാണ് ഡിമിനിഷ് ചെയ്യുന്നത്. f of x is 0 at x equal to pi. So let me see that f of x is 0 at x equal to pi ൽ f of x 0 ആണ്. But there is an overshoot also. ഈ ഓവർഷൂട്ട് നമ്മൾ നമ്പർ ഓഫ് ടേംസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിമിനിഷ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ് 2 പോയിന്റ്സ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്ത്
ഇന്റഗ്രൽ എക്സ് 0 to പൈ ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. സോ നമുക്ക് അത് അങ്ങനെ ഇംപ്ലൂട്ട് ചെയ്ത് നോക്കാം. സോ എഫ് ഓഫ് എക്സ് ഈസ് എക്സ് ഫ്രം 0 to പൈ, then പൈ to 2 പൈ എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് 2 പൈ ആണ്. സോ ദിസ് വിൽ ബി ദി സോട്ടൂത്ത് വേവ്. സോ ഇനി എനിക്ക് ഇവിടെ ഈ ഹൈ സ്റ്റേറ്റ് ഇവിടേക്കുള്ള ഈ വേരിയേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഒരു മൈക്രോ സെക്കൻഡിലായിരിക്കും ഈ വേരിയേഷൻ വരിക, മൈക്രോ നാനോ റേഞ്ചിൽ വരുന്നതാണ്. സോ ഈ സോട്ടൂത്ത് വേവിനെയാണ് നമ്മൾ ദിസ് സീരീസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. സോ നൗ ദർ ഇസ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് 0 to പൈയും ഇവിടെ ലിമിറ്റ് പൈ ടു 2 പൈയും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഈ കർവിൽ, ഈ ഗ്രാഫിൽ. ഇപ്പൊ ഞാൻ ഈ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ്. ബട്ട് ഈ കേസിൽ ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ എനിക്ക് കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്യാം. അപ്പൊ എനിക്കൊരു കർവ് മാത്രം വരും. ഇതിനകത്ത് ഒരുപാട് കർവ്സ് ഉണ്ടാവും. ബിക്കോസ് എന്റെ എക്സ് വാല്യൂ നമുക്ക് -5, 10, 15 ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കർവ് മാത്രം വരും. ഇവിടെ എനിക്ക് ആ കർവ് വരുന്നത് 0 to പൈ വരെയാണ്. അപ്പൊ നിങ്ങളോട് ലിമിറ്റ്സ് നോക്കിയാൽ ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്തു. പൈ എന്ന് പറഞ്ഞാൽ 3.14 വരെ ഉണ്ടാവും. സോ ആ വാല്യൂ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം 3.14 ഇവിടെ നമുക്ക് ടച്ച് ചെയ്താൽ മതി. സോ ഇതിന്റെ എക്സ് വാല്യൂ നോക്കുക, എക്സ് വാല്യൂ 3.14 ആണ്. പൈന്റെ വാല്യൂ വരെയാണ് ആ വാല്യൂ എടുത്തത്. ദെൻ നെക്സ്റ്റ് പൈ ടു 2 പൈ ആണ്. ഇത് 2 പൈ ആണ്. ഇവിടെ നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് 2 പൈ കിട്ടും. ഓക്കെ. സോ അതുകൊണ്ടാണ് ഈ കർവ് നിങ്ങൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരുപാട് കർവ്സ് ഉണ്ടാവും, ഒരുപാട് ഗ്രാഫ് ഉണ്ടാവും. ബട്ട് ഇവിടെ നമ്മളത് ലിമിറ്റ് ചെയ്താണ്, ആ കർവിലേക്ക് ആ ലിമിറ്റിൽ മാത്രം പ്ലോട്ട് ചെയ്തതാണ്. ഓക്കെ. Let us consider the Fourier representation of square wave. A square wave can be represented by f of x equal to 0 in the range -π to 0 and f of x is equal to h in the range x from 0 to pi. Here when x varies from 0 to pi, f of x is h. This is the value of h, f of x h. And when the x varies from -π to 0, the value of function f of x is 0. Or if you consider the range 0 to 2 pi, then in the range 0 to pi the value of function is h, then pi to 2 pi the value of function is 0. Then the pattern repeat. Okay. Now in this case, let us find out our coefficients a0, an and bn. So we have the expression for a0 is equal to 1 by pi 0 to 2 pi f of t dt. This is t, f of t dt. Now that is equal to 1 by pi integral from 0 to pi. What is f of t? Now we have f of x. ഇവിടെ നമുക്ക് f of t കാണാം. ഞാൻ ഇവിടെ ജസ്റ്റ് നമ്മൾ വേരിയബിൾ ഒന്ന് ചേഞ്ച് ചെയ്യാണ് x നെ t ലേക്ക്. സോ ഇവിടെ വാരീസ് നമ്മുടെ ഇവിടെ ലിമിറ്റ് നമ്മുടെ 0 to 2 pi ആണ്. ഓക്കെ. സോ ഇൻ ദിസ് റേഞ്ച് നമുക്ക് ആകെ ഫംഗ്ഷന് വാല്യൂ ഉള്ളത് 0 to പൈയിലാണ്. 0 to പൈ ഫംഗ്ഷന്റെ വാല്യൂ h ആണ്. ദെൻ പൈ ടു 2 പൈ ദി വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഈസ് 0. സോ നമ്മൾ 0 to 2 പൈ നമ്മൾ എഫ് ഓഫ് ടി കൺസിഡർ ചെയ്താൽ ആകെ നമുക്ക് ഈ 0 to പൈ ഈ റേഞ്ചിൽ മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അവിടെ മാത്രമേ നമുക്ക് വാല്യൂ കിട്ടൂ. അതർവൈസ് ഫംഗ്ഷൻ 0 ആണ്. സോ 1 by pi ഇന്റഗ്രൽ ഫ്രം 0 to pi h dt എന്ന് വരും. നമ്മൾ ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്ത ടി വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പൈ വരും. പൈയും ക്യാൻസൽ ചെയ്ത് നമുക്ക് h എന്ന് കിട്ടും. ഓക്കെ. Similarly, if you find out an, then an will be equal to 1 by pi 0 to 2 pi f of t cos nt dt. Now f of t ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. f of t is equal to h, that is in the range 0 to pi. Then other range pi to 2 pi next range function 0 ആയിരിക്കും. Okay. Now if you integrate this, then cos nt integrate ചെയ്താൽ സൈനിൽ വരും. ബട്ട് നിങ്ങൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിരിക്കും. സോ an 0 ആണ്. ഓക്കെ. Now what is bn? bn നിങ്ങൾ കണ്ട 1 by pi 0 to 2 pi f of t sin t dt എന്ന് കിട്ടും. And that will be equal to 1 by pi 0 to pi h sin nt dt plus 0. Okay. Now നിങ്ങൾ sin nt integrate ചെയ്യുമ്പോൾ cos nt ൽ വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ you will get bn is equal to h by n pi 1 minus cos n pi. Okay. Now ഈ കേസിൽ an 0 ആണ്. But a0 is not 0. So an 0 ആണെങ്കിലും a0 ഇവിടെ h ആണ്. Okay. So an 0 ആണെന്ന് വിചാരിച്ചിട്ട്
a naught 0 ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾ വെരിഫൈ ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ. Now if bn in the expression bn is equal to h by n pi 1 minus cos n pi. So cos n pi in the value എന്താണ്? Cos n pi is actually equal to minus 1 raised to n. So അതായത് n ന്റെ വാല്യൂ ഓഡ് ആവുന്ന കേസ് നമുക്കിവിടെ cos n pi minus 1 ആവും, n ന്റെ വാല്യൂ even ആവുമ്പോൾ cos n pi plus 1 ആവും. So that is cos n pi is minus 1 if n is odd and cos n pi is equal to plus 1 if n is even. So bn ന്റെ വാല്യൂ നമുക്ക് n ഓഡ് ആവുന്ന കേസിൽ bn 2h by n pi വരും. n even ആവുമ്പോൾ cos n pi പോസിറ്റീവ് 1 ആവും. സോ 1 minus 1 0 ആവും, അപ്പോൾ bn 0 ആയിരിക്കും. സോ നമ്മുടെ എക്സ്പാൻഷനിൽ n ന്റെ വാല്യൂ ഓഡ് ആവുന്ന കേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈവൺ ആവുന്ന കേസിൽ ഈ bn ന്റെ ടേം വാനിഷ് ചെയ്തിട്ട് പോകും. ഓക്കെ. സോ f of x നെ എക്സ്പാൻഡ് ചെയ്യാം. f of x നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a naught by 2 summation n is equal to 1 to infinity an cos nx plus bn sin nx. Now an 0 ആണ്, സോ ഈ ടേം വാനിഷ് ചെയ്യും. Then a naught ന്റെ ടേം ഉണ്ട്, a naught h ആണ്, h by 2. Then this bn 2h by pi into then sin nx വരും. സോ sin nx ൽ ഫസ്റ്റ് sin x by x, sin nx by n ഉണ്ടാവും. ഈ n ഇവിടുന്ന് ഇവിടെ n ഉണ്ടല്ലോ. So sin x by 1, then sin 3x by 3, sin 5x by 5, sin 7x by 7, etc. up to infinity. So this is the expansion. This using this sine series we can represent a square wave. So നമുക്ക് square wave നെ, this square wave നെ this sine series കൊണ്ട് നമുക്ക് represent ചെയ്യാൻ പറ്റും. Let's consider a full wave rectifier signal. So this is the output of a full wave rectifier. Then in the range 0 to pi, this is the output function. Then minus pi to 0, our output function ഇങ്ങനെ ആയിരിക്കും, this curve. Okay. So this curve നെ നമുക്ക് Fourier representation എങ്ങനെ കാണാം, Fourier series എങ്ങനെ represent ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. So നമ്മുടെ x ആക്സിസിൽ ഉള്ളത് ഒമേഗ ടി ആണ്, y ആക്സിസിൽ f of t. So the function f of t is equal to sin omega t in the range 0 to pi. 0 to pi വരെ sin omega t. Then minus pi to 0 in this range. Minus pi to 0 function is minus sin omega t. Okay. So first of all, let us evaluate an. Now an is equal to 1 by pi 0 to 2 pi f of x cos nx dx. നേരെ നമ്മുടെ ഡെഫിനിഷൻ ആണ് an ന്റെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, f of x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. f of x is equal to f of omega t and cos nx. cos nx ൽ x ന് പകരം നമ്മളിവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് x is equal to omega t എന്നാണ്. So cos n omega t instead of dx will have d of omega t. Okay. Now bn കണ്ടാൽ 1 by pi 0 to 2 pi. Similarly ഇവിടെ f of omega t വന്ന പോലെ ഇവിടെ നമുക്ക് f of x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, sin nx ൽ x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, dx ൽ x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So you will get bn as like this. So bn ആയി an ആയി. ഇനി a naught കാണണം, 1 by pi 0 to 2 pi f of omega t d omega t. Okay. So that is 0 to 2 pi f of x dx. അതിനകത്ത് x ന് omega t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, dx ൽ x ന് omega t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. സോ f of t യും f of omega t, f of x ഉം dx ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് രണ്ട് ഇതാണുള്ളത്, ഒന്ന് 0 to pi റേഞ്ചിൽ sin omega t യും minus pi to 0 റേഞ്ചിൽ minus sin omega t. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 to pi sin omega t d omega t, then 0 to minus pi or minus pi to 0. minus pi to 0 എന്തായിരിക്കും, minus sin omega t ആയിരിക്കും. ഞാനിവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 0 to pi ആണ്. ആക്ച്വലി minus pi to 0 minus sin omega t ആണ് വേണ്ടിയിരുന്നത്. അതിന് പകരം 0 to minus pi റേഞ്ച് ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ മൈനസ് സൈൻ പോസിറ്റീവായി, sin omega t d omega t. ഓക്കെ. ഇനി നമ്മൾ ഇന്റഗ്രൽ sin x dx കണ്ടാൽ മൈനസ് കോസ് എക്സ് വരും. സോ നിങ്ങൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താലും കോസ് എക്സിന്റെ ടേം വരും, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താലും കോസ് എക്സിന്റെ ടേം വരും. ഒരു മൈനസ് സൈൻ ഉണ്ടാവും, ആ മൈനസ് സൈൻ പുറത്തെടുത്തു. സോ മൈനസ് 1 by pi കോസ് എക്സ്, ദെൻ കോസ് എക്സിന് പകരം നമുക്ക് വേണമെങ്കിൽ കോസ് ഒമേഗ ടി എന്ന് കൊടുക്കാം. ഞാൻ ആ വേരിയബിളിന് എക്സ് റെപ്രസെന്റ് ചെയ്തു. ലിമിറ്റ് കൊടുക്കുന്നത് 0 to pi ആണ്. നമ്മളിവിടെ ഒമേഗ ടി കൊടുത്താൽ ഒമേഗ ടിക്ക് ആയിരിക്കും ലിമിറ്റ് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എക്സ് എന്ന് എഴുതി എക്സിന് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സിമിലർലി സെക്കൻഡ് ടേമിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെക്സ്റ്റ് ഇന്റഗ്രൽ കോസ് എക്സ്, അവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത് 0 to minus pi ആണ്. നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ്
pi minus cos 0 വരും. ഇവിടെ cos minus pi minus cos 0 വരും. ഓക്കെ. Now cos 0 നമുക്കറിയാം 1 cos pi minus 1 ആണ്. cos 0 1 ആണ്. cos minus pi കണ്ടാലും നമുക്ക് 1 കിട്ടും. Then cos minus 0 കാണുമ്പോൾ നമുക്ക് minus 1 കിട്ടും. ഓക്കെ. സോ നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിന്നെ മൈനസ് 4 എന്ന് വരും. ദാറ്റ് മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആവും. സോ 4/pi എന്നുണ്ടാവും. ഓക്കെ. Now what is an? Now an നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ an is equal to 1/pi integral 0 to 2pi f of omega t cos n omega. എന്നാൽ f of omega t ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ടേമും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So you will have sin omega t d omega t, then next integral sin n omega t. 0 to minus pi next integral substitute ചെയ്തു. Okay. Sorry, ഇതല്ല an. So an is equal to 1/pi 0 to pi. So first sin omega t ന്റെ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then cos n omega t d omega t. Then minus sin omega t ന്റെ ടേം cos n omega t dt. Okay. നമുക്കിവിടെ ലിമിറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മുടെ ലിമിറ്റ് -pi to 0 ആണ്. അതിനെ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് 0 to pi ആക്കി. അപ്പോൾ ഈ മൈനസ് സൈനും പോകും. ഈ മൈനസ് സൈന് പ്ലസ് ആവും. നമുക്ക് രണ്ടുകൂടി ക്ലബ് ചെയ്ത് എഴുതാൻ പറ്റും. ഇത് sin omega t cos n omega t ആണ്. ഇവിടെയും sin omega t cos n omega t ആണ്. രണ്ടും കൂടി ക്ലബ് ചെയ്ത് 2/pi 0 to pi sin omega t cos n omega t d omega t എന്ന് വരും. ഓക്കെ. Now നിങ്ങൾ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ, if you evaluate this integral, then this integral can be proved that this is equivalent to 2/n square minus 1. ഒരു മൈനസ് സൈൻ ഉണ്ടാവും. സോ ക്ലബ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. This is equivalent to minus 2/pi 2/n square minus 1 if n is even and this is equal to 0 if n is odd. Now ഈ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? The hint is you have to use the equation sin a cos b is equal to half sin a plus b plus sin a minus b. This equation use ചെയ്തിട്ട് നിങ്ങൾക്ക് this integral evaluate ചെയ്യാം. Okay. So if you evaluate an, then an is equal to minus 2/pi 2/n square minus 1 if n is even. Otherwise n odd ആണെങ്കിൽ an 0 ആണ്. ഇനി നിങ്ങൾ bn നിങ്ങൾ evaluate ചെയ്യണം. So bn is equal to നിങ്ങൾ ഇവിടെ f of omega t ക്ക് രണ്ട് ടേമും sin omega t ന്റെ ടേമും then minus sin omega t ന്റെ ടേമുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Then നിങ്ങൾ evaluate ചെയ്ത് കഴിഞ്ഞാൽ you will get bn, ഇതിന്റെ ടേം bn is equal to 0 നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടി ഞാൻ ആ സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നില്ല. സോ യു ക്യാൻ പ്രൂവ് ദാറ്റ് bn is equal to 0. And if you find out the resulting series, then f of t will be equal to a0/2 plus summation n is equal to 1 to infinity an cos omega t plus summation n is equal to 1 to infinity bn sin omega t. Okay. Then first നമ്മൾ a0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. a0 is 4/pi. Then നമ്മൾ an ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സമ്മേഷൻ n ഈവൺ ആവുന്ന കേസ് മാത്രമാണ്. n ഈവൺ ആവുമ്പോൾ minus 2/pi 2/n square minus 1 2/pi 2/n square minus 1 then cos n omega t. Yeah. Now sin the bn ന്റെ ഈ ടേം എന്തായിരിക്കും? ഈ ടേം വാനിഷ് ചെയ്യും. അതുകൊണ്ട് ആ ടേം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഓക്കെ. So this will be our expression, last expression 2/pi minus 4/pi summation n is equal to 246 cos n omega t by n square minus 1. Okay. So now what are the results? The first one, the lowest frequency of oscillation is 2 omega t. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലാണ്. n 2 ആകുമ്പോൾ നമുക്കിവിടെ ഫ്രീക്വൻസി cos 2 omega t ഉണ്ടാവും. സോ cos omega t, ഒമേഗന്റെ ആ ഓസിലേഷൻ വരുന്ന കമ്പോണന്റ്, ദിസ് കമ്പോണന്റ് ഇല്ല. ലോവസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ cos 2 omega t വരുന്നത് 2 ഒമേഗയാണ്. ദെൻ ഒറിജിനൽ ഫ്രീക്വൻസി ഒമേഗ എലിമിനേറ്റ് ചെയ്തു. അതാണ് നേരത്തെ പറഞ്ഞ cos omega t ന്റെ ടേം ഇല്ല. സോ ഒറിജിനൽ ഫ്രീക്വൻസി ഒമേഗ ഈസ് എലിമിനേറ്റഡ്. Then high frequency components falls off as n raised to minus 2. ഇവിടെ 1/n square ഡിപ്പെൻഡൻസ് ആണ് ഈ ടേമിനുള്ളത്. ഈ ടേം നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ n സ്ക്വയർ ഉണ്ട്. സോ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ്. സോ നിങ്ങൾ ഇവിടെ ഒരു ടേം ഫസ്റ്റ് ടേം എടുത്താൽ ഫസ്റ്റ് ടേം cos 2 omega t by 2 square minus 1 ആയിരിക്കും. നെക്സ്റ്റ് ടേം വരെ cos 4 omega t by 4 square minus 1 ആയിരിക്കും. ഇവിടെ താഴത്തെ ഡിനോമിനേറ്ററിൽ വരുന്ന ക്വാണ്ടിറ്റി ഈസ് ഡിമിനിഷിങ്.
this denominator വരുന്ന quantity ഇവിടെ 4 square, then 6 square ആയിട്ട് വരും. So that component, this coefficient, the component, this high frequency component will falls off as n raised to -2. Okay, so these are the results. Now let us consider what are the advantages and uses of Fourier series. So the first advantage is we can represent discontinuous functions. Then we can represent periodic functions. Then also we can discuss about the change of interval. നമുക്ക് intervals change ചെയ്യാൻ പറ്റും. So നമുക്ക് ഓരോന്നായി discuss ചെയ്യാം. The first thing, one of the advantages of Fourier representation is that it can represent discontinuous functions. നമ്മൾ already example discuss ചെയ്തു sawtooth wave. Sawtooth wave ഒരു discontinuous wave ആണ്. ആ sawtooth wave ന്റെ കേസിൽ എങ്ങനെ നമുക്ക് representation കാണാമെന്നുള്ളത് already we discussed. Now next, Fourier series representation is useful for periodic functions. If our periodic function f of x is represented over the interval 0 to 2 pi or in the interval minus pi to pi, then the representation holds for all finite values of x. Okay. Now let us change our integral. Now before that, so we have the expression f of x is equal to a naught by 2 plus summation n is equal to 1 to infinity a n cos nx plus summation n is equal to 1 to infinity bn sin nx. അങ്ങനെ രണ്ട് ടേം ഉണ്ടാവും. Now if f of x is even, then bn ടേം വാനിഷ് ചെയ്യും. സോ bn ന്റെ ആ ടേം ഉണ്ടാവില്ല. നമുക്ക് ആകെ എക്സ്പ്രഷനിൽ നമ്മൾ ഔട്ട്പുട്ട് എക്സ്പ്രഷനിൽ ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക. f of x is equal to a naught by 2 plus summation n is equal to 1 to infinity a n cos nx. Now f of x odd ആണെങ്കിലോ, f of x odd ആണെങ്കിൽ a n വാനിഷ് ചെയ്യും. Then bn ന്റെ ഈ സൈൻ സീരീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. f of x is equal to summation n is equal to 1 to infinity bn sin nx. Okay. Now if f of x is periodic with a period 2l, so നമ്മളിവിടെ ചേഞ്ച് ഓഫ് ഇന്റർവെൽ ആണ് റെപ്രസെന്റ് ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പീരിയഡ് 2 പൈ ആണ് എടുത്തത്. 0 to 2 പൈ റേഞ്ചിലാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതല്ലെങ്കിൽ മൈനസ് പൈ ടു പ്ലസ് പൈ, മൈനസ് പൈ ടു പ്ലസ് പൈ കൺസിഡർ ചെയ്താലും പീരിയഡ് 2 പൈ ആയിരിക്കും. Instead of 2 pi, if the period is 2l, then f of x can be written as f of x is a0 by 2 summation n is equal to 1 to infinity a n cos n pi x by l plus bn sin n pi x by l. Now what is an? An is equal to 1 by l integral from minus l to l f of t into cos n pi t by l dt. Also bn is 1 by l minus l to l f of t sin n pi t by l dt. And here in this case, n in the case, n varies from 0, 1, 2, 3, etc. But നമുക്ക് n 1 ലാണ് start ചെയ്യുക. 1, 2, 3, etc. Okay. So this is the case if the f of x is periodic with a period 2l. Okay. That's all. Thank you.